ഹലോ 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 സുരേഷ് ഗോപി സാറല്ലേ? അതെ. ഞങ്ങള് എറണാകുളത്ത് നിന്നാണ് വിളിക്കണത്, പെരുമ്പാവൂര്. ആ ഈ ബുൾജെറ്റിന്റെ ഒരു വിഷയം നടക്കണ്ടായില്ലെന്ന്. ഏതാ? ഈ ബുൾജെറ്റ് ഈ ബുൾജെറ്റാ? ആ, യൂട്യൂബ് ചാനലൊക്കെ ഉള്ള. എന്താണ്? ആ, അവരെ MBD പിടിച്ചിട്ട് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. എങ്ങനെ? അവരുടെ വാൻ ഒന്ന് മോഡിഫൈ ചെയ്തതിന് MBD പിടിച്ചാർന്ന്. ആ അപ്പൊ അതിന്റെ പിന്നില് വേറെ കുറെ കളികളൊക്കെ നടക്കണ്ടെന്നാണ് തോന്നണേ. അപ്പൊ സാറൊന്ന് ഇടപെടണം. നിങ്ങൾ നേരെ മുഖ്യമന്ത്രിയെ വിളിക്ക്. മുഖ്യമന്ത്രിയാ? ആ, മുഖ്യമന്ത്രിനെ വിളിക്കാനുള്ള കേരളത്തിലല്ലേ ഇത്? കേട്ടില്ല സാറേ. പിന്നെ കേരളത്തിലാണ്. ആ, അവിടുത്തെ മുഖ്യമന്ത്രിയെ വിളിക്കുക. കാരണം അവിടുത്തെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ്. സാറിനൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ഇതിനകത്ത് ഇടപെടാനൊക്കത്തില്ല. ഞാൻ ചാണകമല്ലേ. ചാണകം എന്ന് കേൾക്കുമ്പോ തന്നെ അലർജി ആവൂല്ല. താങ്ക് യു സാർ. ഓക്കെ. എന്തായാലും സുരേഷ് ഗോപിക്ക് കാര്യം പിടികിട്ടിയിരിക്കുകയാണ്. തന്നെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. താൻ നിൽക്കുന്ന പക്ഷം അപകടകരമായ പക്ഷമാണ് എന്ന് സുരേഷ് ഗോപിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. തന്റെ പക്ഷക്കാർ ചാണകത്തോട് കൂറുപുലർത്തുന്നവരായതുകൊണ്ട് തന്നെ താനും ഒരു ചാണകമാണ് എന്ന് സുരേഷ് ഗോപി തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. തന്നെ കേരളത്തിലെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ജനങ്ങളും നോക്കിക്കാണുന്നത് മറ്റൊരു കണ്ണിലാണ്. ആ കണ്ണ് തനിക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭാഷണത്തിലൂടെ സുരേഷ് ഗോപി വ്യക്തമാക്കി തരുന്നുള്ളത്. അങ്ങനെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും പിന്നെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി BJP വിടാത്തത് എന്നുള്ളതാണ് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുള്ളത്. BJP വിട്ട് ഇടതുപക്ഷത്തിലേക്കോ കോൺഗ്രസിലേക്കോ വന്നു കഴിഞ്ഞാൽ നല്ല ഇമേജ് കേരളത്തിൽ ലഭിക്കില്ലേ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നുള്ള കമന്റുകൾ. അതായത് ഈ ബുൾജെറ്റ് വിഷയത്തിൽ സഹായം ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചാളുകൾ സുരേഷ് ഗോപിയെ ബന്ധപ്പെടുകയാണ്. അതിലൊരാൾ സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിക്കുന്നു. ഈ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്, ഞാൻ പറഞ്ഞാലൊന്നും ഇവിടെ ആരും കേൾക്കില്ല, ഞാനൊരു ചാണകമാണ്, നിങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കൂ എന്ന്. ആ മറുപടിയിൽ തന്നെ ഇത്തിരി പ്രശ്നമുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാജ്യസഭാ MP ആയിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ അവരെ വിളിക്കൂ ഇവരെ വിളിക്കൂ എന്ന് പറയുന്നത് തന്നെ തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള അധികൃതരെയോ അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ താനൊരു ചാണകമാണ്, തന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയിട്ട് കളയുന്നുണ്ട് എങ്കിൽ ആ MP സ്ഥാനം രാജിവെച്ചിട്ട് അതിനോട് നീതി പുലർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ബുൾജെറ്റ് വിഷയം കത്തി നിൽക്കവേ സുരേഷ് ഗോപിയുടെ ഈ മറുപടി നിലവിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുമ്പോൾ സുരേഷ് ഗോപി ആകെ നാണം കെട്ടിരിക്കുകയാണ്. അതായത് സ്വയം താനൊരു ചാണക സംഖ്യയാണ് എന്ന് സുരേഷ് ഗോപി ആ ഓഡിയോ ക്ലിപ്പിൽ സമ്മതിക്കുമ്പോൾ ആകെ നാണം കെട്ടത് സുരേഷ് ഗോപി തന്നെയാണ്. കാരണം സുരേഷ് ഗോപിക്ക് തനിക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന വില കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ സംഭാഷണത്തിന്റെ ഒരു ചുരുക്കം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.